എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റ് വിത്ത് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ പ്രധാന എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പിടിയും കോഴിയും എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ നമ്മൾ പിടിയും കോഴിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കാണല്ലേ. നമ്മൾ ആദ്യം ഒരു ഉരുളി എടുത്തത് അടുപ്പിൽ അങ്ങ് വെച്ചിട്ടുണ്ട്. ഈ ഉരുളി നന്നായിട്ട് അങ്ങ് ചൂടാവണം. ചൂടായി വരുന്ന സമയത്താണ് നമ്മൾ ഇതിനകത്തോട്ട് പൊടി ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പൊടി എന്ന് പറയുന്നത് നന്നായിട്ട് തരി ഉള്ള പൊടിയും തരി ഇല്ലാത്ത പൊടിയും പച്ചരിയാണ്. ഇത് രണ്ടും കൂടെ തരി ഉള്ളതും തരി ഇല്ലാത്തതും കൂടെ രണ്ടും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള പൊടിയാണ്. ഈ പൊടിക്കകത്തോട്ട് തന്നെ നമ്മൾ തേങ്ങാപ്പീരയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. തേങ്ങാപ്പീരയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിപ്പം ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പൊടിയും തേങ്ങാപ്പീരയും കാരണം ഞാൻ തേങ്ങാപ്പീര മിക്സ് ചെയ്ത് ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുൻപ് തന്നെ അമ്മ മിക്സ് ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ടാണ് തേങ്ങാപ്പീര മിക്സ് ചെയ്യുന്നത് ഞാൻ കാണിക്കായിരുന്നത്. അപ്പോൾ പൊടിക്കനുസരിച്ചിട്ട് അത്യാവശ്യം അതിൻ്റെ ഒരു അരഭാഗം തേങ്ങ വരുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു തേങ്ങയൊക്കെ എടുക്കുക. ഇത്രയും പൊടിയുള്ളതല്ലേ, അപ്പോൾ ഒരു തേങ്ങയൊക്കെ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ വറുക്കാനിട്ടേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വറുത്തെടുക്കണം. നല്ലൊരു ചുമന്ന കളറ് വരും. ആ ഒരു കളറാകുന്നത് വരെ നമ്മൾ ഈ പൊടി നന്നായിട്ട് വറുത്തെടുക്കണം. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ പിടി ഉണ്ടാക്കുന്നത് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. കോഴിക്കറി ഉണ്ടാക്കുന്ന വീഡിയോ ഇല്ല. ചാനലിൽ വേറെ കോഴിക്കറി ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല വറുത്തരച്ച കോഴിക്കറിയാണ് ഇതിന് പറ്റിയൊരു കോമ്പിനേഷൻ എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വറുത്തരച്ച കോഴിക്കറി തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്തായാലും വറുത്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇറക്കി വെക്കണം. അപ്പോൾ ഒരുപാട് അങ്ങ് കളർ ചേഞ്ച് ആവുന്നത് വരെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് ഇങ്ങനെ ചുമന്ന് വന്നു കഴിയുന്ന സമയത്ത് നമുക്ക് ഇറക്കി വയ്ക്കാം. ഇനി ചൂടാറുന്നത് വരെ നമ്മളിതൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ചൂടാറുന്നത് വരെ ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ കട്ടയൊക്കെ ആയിട്ട് പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. കാരണം നമുക്ക് ഈ ഉരുളി ഇനി ആവശ്യമുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസുകളൊക്കെ വേണം. അതെന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് വെളുത്തുള്ളിയാണ്. പിന്നെ ഒരു 2 പിടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1 പിടി ജീരകം എടുത്തിട്ടുണ്ട്. അത്രയും പൊടിയുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയൊക്കെ എടുക്കുന്നത്. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റേതായിട്ടുള്ള അളവിൽ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ചിലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട് വെളുത്തുള്ളി ആയിരിക്കില്ല, കുഞ്ഞുള്ളി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം അനുസരിച്ച് നിങ്ങൾ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ വെളുത്തുള്ളിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ആവരുത്, കുറച്ച് കട്ടിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വെളുത്തുള്ളി ഇടുന്ന സമയത്ത് വേറെ ടേസ്റ്റ് ആയിരിക്കും, കുഞ്ഞുള്ളി ഇടുന്ന സമയത്ത് വേറെ ടേസ്റ്റ് ആയിരിക്കും. പല രീതിയിലാണ് പലയിടത്തും പിടി ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചെടുത്ത ഈ പേസ്റ്റ് നമുക്കൊരു എന്താ പറയുക, ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ കുറച്ച് പൊടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പൊടിയാണ് നമ്മൾ കുറച്ച് പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 പിടി പൊടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പൊടിയിലോട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളിയുടെയും അതുപോലെ ജീരകത്തിൻ്റെ 2 കൂടെ ഒരുമിച്ച് അരച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ പേസ്റ്റ് ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഇതിലോട്ട് നല്ല ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴയ്ക്കണം. അപ്പോൾ ഇവിടെ ചേട്ടന്മാരാണ് കുഴയ്ക്കുന്നത്. കാരണം നല്ല ബലത്തിൽ കുഴക്കേണ്ടിയിരിക്കുന്നത് കൊണ്ട് അവരുടെ കറുത്ത കരങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അതേ അമ്മ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാളും കൂടെ കുഴയ്ക്കാൻ പോവാം. ഭയങ്കര വാശിയും വൈരാഗ്യത്തിലൊക്കെ കുഴയ്ക്കുന്നത്. ആരാണെന്ന് കരുതിയാണോ കുഴയ്ക്കുന്നത് അമ്മ? എന്തായാലും ഇടയ്ക്ക് അമ്മ തൊട്ട് നോക്കുന്നൊക്കെ ഉണ്ട്, ഏതവസ്ഥയിലൊക്കെയാണ് ഇവർ കുഴയ്ക്കുന്നതെന്ന്. എന്തായാലും നമ്മൾ കുഴച്ച് കഴിയുമ്പം അത്രയ്ക്കുള്ളൊരു ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ആ പരിപാടി. അപ്പോൾ രണ്ടാളും കൂടെ ഇരുന്ന് കുഴയ്ക്കുന്നുണ്ട്. ഇത് നല്ലവണ്ണം കുഴച്ചെടുക്കണം കേട്ടോ. കുഴച്ച് നല്ല സ്മൂത്തായിട്ട്, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കില്ലേ, അതുപോലെ നല്ല സ്മൂത്തായിട്ട് കുഴക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. തിളച്ച വെള്ളം അവർക്കൊരു പ്രശ്നമല്ലെന്ന് തോന്നുന്നു. നന്നായിട്ട് കുഴക്കുന്നുണ്ട്. ഒരു കൈ മതിയാവാത്തതുകൊണ്ട് രണ്ടാളും കൂടെ 2 കൈയൊക്കെ ഇട്ടിട്ടാണ് കുഴക്കുന്നത്. ഓക്കെ. ഇടയ്ക്കിടയ്ക്ക് അമ്മ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേ ഉരുള പിടിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു.
അപ്പം ഉരുള പിടിച്ചിട്ട് നമ്മൾ കുറച്ച് മാവ് നമ്മൾ പൊടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ പൊടി ഇങ്ങനെ ഒരു പേപ്പറിനകത്തോട്ട് നിരത്തി ഇങ്ങനെ ഇട്ടേക്കുവാണ്. എന്നിട്ട് അതിനകത്തോട്ടാണ് നമ്മൾ ഇങ്ങനെ ഉരുള പിടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ അത് എല്ലാം കൂടെ പരസ്പരം ഒട്ടിയിട്ട് വീണ്ടും പണിയാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടാണ് ഇതിനകത്തോട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഇത്രയും മാവുള്ളത് കൊണ്ട്, പൊടിയല്ലല്ലോ, കുഴച്ച് കഴിയുമ്പോൾ മാവാകുമല്ലോ. മാവുള്ളത് കൊണ്ട് നമ്മൾ ഇവർ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് കുഴച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് കരുതിയിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ടുണ്ട്. അപ്പോൾ അമ്മ കുഴക്കുന്നൊരു പ്രത്യേക രീതിയാണ്. അമ്മ ഇങ്ങനെ ഉരുളി ഉരുട്ടുന്നേ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇനിയും ഉണ്ട് കേട്ടോ, ഇനി കുറച്ചുകൂടെ മാറ്റി വെച്ചിട്ടുണ്ട് പറഞ്ഞില്ലേ, അത് ഇപ്പോൾ രണ്ടാമതായിട്ട് അവരവിടെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഉരുട്ടാൻ തുടങ്ങി. പഴയ ആളുകളൊക്കെ അതേ ഇങ്ങനെയാണ്, ഇങ്ങനെ കുറച്ച് പിച്ച ഇങ്ങനെ കയ്യിലിട്ട് ഉരുട്ടുക, അങ്ങനെ അതിനകത്തോട്ട് ഇടുക. അവർക്ക് പിന്നെ അത് നല്ല വശമായിരിക്കുമല്ലോ. നമ്മളൊക്കെയാണ് കുറച്ചെടുത്ത് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും കൂടെ കുഴക്കുകയും ഉരുട്ടുകയും ചെയ്യുന്ന ആ സീനൊന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വന്നത്. കണ്ടില്ലേ, ഇപ്പോൾ പിടി കഴിക്കാൻ പോകുന്ന എല്ലാ ആളുകളുണ്ട്. എല്ലാവർക്കും പണി കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഉരുട്ടി കഴിയാറായി. കുറേയൊക്കെ ഉരുട്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഉരുളിയിൽ തന്നെ കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിക്കണം. നല്ലോണം വെട്ടി തിളയ്ക്കുന്ന രീതിയിൽ അങ്ങനെ തിളപ്പിച്ച് എടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ തിളച്ചതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളിയുടെയും പിന്നെ ജീരകത്തിൻ്റെയൊക്കെ പേസ്റ്റ് ഉണ്ടായിരുന്നില്ലേ, അത് ഇതിനകത്തോട്ട് ഒഴിക്കാം. പിന്നെ അരച്ച ആ ഒരു വെള്ളമൊക്കെ ഇതിനകത്തോട്ട് ഒഴിച്ചേക്കുവാണ്. ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ പിടി അതെടുത്ത് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പിടി നന്നായിട്ട് വേകണം കേട്ടോ. അപ്പോൾ അതേ ഇവിടെ ഉണ്ട്. രണ്ടാം തവണയും കുഴച്ച് ഉരുട്ടിക്കൊണ്ടുവന്ന പിടിയാണിത്. അപ്പോൾ നമ്മൾ അതായത് ഫസ്റ്റ് നമ്മളിങ്ങനെ വിടർത്തിയിട്ടുണ്ടായിരുന്നില്ലേ പൊടി, ആ പൊടിയും ഈ ഉരുട്ടി വെച്ചിട്ടുള്ള ഉരുളയും എല്ലാം കൂടെ അതിനകത്തോട്ട് ഇട്ട് കുറച്ച് നേരം ഇളക്കാതെ അങ്ങനെ വെച്ചിട്ട് നമ്മളിത് നന്നായിട്ട് വേവിച്ചെടുക്കണം. എല്ലായിടത്തും ഒരുപോലെ വേകുന്നത് പോലെ തീയിടണം. അപ്പോൾ ചെറിയ തീയേ പാടുള്ളൂ, ഒരുപാട് തീയിട്ട് കഴിയുമ്പം ശരിയാവില്ല. ഇത് ചെറിയ തീയിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് എല്ലായിടത്തും തീ എത്തുന്നത് പോലെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം വെന്തു എന്ന് തോന്നിയ സമയത്ത് അമ്മ ഇതുപോലൊരു തവി ഇട്ടിട്ട് ഇങ്ങനെ പയ്യെ ഇളക്കാണ്. നമ്മളിപ്പോൾ ഈ ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ചപ്പോഴാണ് ഇങ്ങനത്തെ ഒരു കളർ കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇല്ല, നമ്മൾ ചെറിയുള്ളിയും ജീരകവും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അരയ്ക്കാതെ ചുമ്മാ ഇങ്ങനെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല വൈറ്റ് കളറിൽ, അതുപോലെ പൊടിയുടെ ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ, അപ്പോൾ നല്ല വൈറ്റ് കളറിലുള്ള പിടിയൊക്കെ കിട്ടും. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും വെള്ളം വറ്റിക്കേണ്ട ആവശ്യം ഇല്ല. വെള്ളം കുറച്ചും കൂടെ വെച്ചിട്ട് നമുക്ക് ഇറക്കാം, അല്ലെങ്കിൽ കൂടുതൽ വെള്ളം വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം. നമ്മളിപ്പം വെള്ളം നന്നായി വറ്റി കുറുകി ഈ ഒരു അവസ്ഥയിലിരിക്കുമ്പോഴാണ് നമ്മൾ ഇറക്കി വെച്ചത്. അപ്പോൾ പിടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. കോഴിക്കറി നമ്മൾ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ നേരത്തെയും കോഴിക്കറിയൊക്കെ ഉണ്ടാക്കിയ വീഡിയോസ് ഉണ്ട്, അപ്പോൾ അത് കാണാൻ മറക്കരുത്. ഞാനൊരു പാലക്കാട്ടുകാരി ആയതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ പിടി കഴിക്കുന്നത്. നമ്മളിവിടെ എറണാകുളത്ത് വന്നപ്പോൾ ഇവിടെ അമ്മയും പിന്നെ ചേട്ടന്മാരും എല്ലാവരും കൂടെ ചെയ്ത് തന്നാണ് നമുക്ക് കഴിക്കാനായിട്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. വളരെ ടേസ്റ്റായിട്ടുള്ളൊരു സംഭവമാട്ടോ ഇത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഇതിന് വറുത്തരച്ച കോഴിക്കറിയാണ് എൻ്റെ പ്രധാനം. പക്ഷേ ഇന്ന് നമ്മൾ വറുത്തരച്ചിട്ടൊന്നല്ല ഉണ്ടാക്കിയിരിക്കണേ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ ഇത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ രീതിയിലും കൂടെ ഞാൻ ചെയ്തിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അതൊരു ടേസ്റ്റ് നോക്കാമല്ലോ. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റാ ബൈ ബൈ, സി യു.